ഹായ്, ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം 3, കറുപ്പ്, കാട്ടാളൻ, അതിരടി, അതുപോലെ അർജുന്റെ ബ്ലാസ്റ്റ്. ഈ സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അർജുൻ നായകനായ തമിഴ് ചിത്രം ബ്ലാസ്റ്റ് സിനിമ ഇറങ്ങി ആദ്യ ദിവസം 1.5 കോടിയോളം മാത്രമാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത്. പക്ഷെ പിന്നീട് സിനിമയുടെ അഭിപ്രായം വേറെ ലെവലാണ് എന്ന് എല്ലാവരിലും എത്തുകയുണ്ടായി. അതായത് ഓരോ റിവ്യൂവേഴ്സും സിനിമയെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞത്. അതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ സിനിമയുടെ കളക്ഷൻ കുതിച്ചുയരുന്ന ഒരു കാഴ്ച. ആദ്യ ദിവസം 1.5 കോടി നേടിയ സിനിമ രണ്ടാം ദിവസമായപ്പോൾ അത് 6 കോടിയായി മാറി. അതായത് 2 ദിവസത്തെ കളക്ഷനായിട്ട് 6 കോടിയായി മാറി. മൂന്നാം ദിവസമായപ്പോൾ അത് 12 കോടിക്കും മുകളിലായി മാറി. ഇന്ന് വേറെ ലെവൽ കളക്ഷൻ ആയിരിക്കും. ഇന്ന് മിനിമം 10 കോടിയെങ്കിലും സിനിമ വേൾഡ് വൈഡായി കളക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇന്നത്തോടുകൂടി സിനിമ 25 കോടിക്കടുത്ത് നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഇപ്പോൾ മണിക്കൂറിൽ വിൽക്കുന്നത് ബ്ലാസ്റ്റ് എന്ന സിനിമയ്ക്കാണ്. മറ്റൊരു സിനിമ കറുപ്പ് തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിയെടുത്തത്. സൂര്യയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ കളക്ഷനാണ് കറുപ്പ് എന്ന സിനിമ നേടിയെടുത്തത്. ഒഫീഷ്യൽ കണക്കിന്റെ അടിസ്ഥാനത്തിൽ സിനിമ 300 കോടി പിന്നിട്ടു എന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും മാത്രം 150 കോടി നേടി എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് വന്ന കണക്ക്. പക്ഷേ ട്രാക്കേഴ്സിന്റെ കണക്കിൽ തമിഴ്നാട്ടിൽ 150 കോടിയോ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 300 കോടിയോ ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 290 കോടിക്ക് മുകളിൽ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. തമിഴ്നാട്ടിൽ ഇന്നത്തോടുകൂടി 145 കോടിക്കടുത്ത് സിനിമ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കറുപ്പ് എന്ന സിനിമ വലിയ വിജയമാണ്. സിനിമ 300 കോടിയും കടന്ന് 325 കോടിയിൽ എത്തി നിൽക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആ രീതിയിലാണ് കളക്ഷൻ പോകുന്നത്. അതിരടി, ബേസിൽ ടോവിനോ, വിനീത് ശ്രീനിവാസൻ ഇവരെല്ലാവരും മുഖ്യ വേഷം ചെയ്ത അതിരടി എന്ന സിനിമ ആദ്യ ദിവസങ്ങളിൽ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് മിക്സഡ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് വന്നത്. സിനിമ ഇന്നലെ വരെ നേടിയെടുത്ത കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 41 കോടി 24 ലക്ഷവും ഓവർസീസിൽ നിന്ന് 24 കോടി 65 ലക്ഷവുമാണ് നേടിയെടുത്തത്. മൊത്തം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത് 65 കോടി 89 ലക്ഷമാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടിയിട്ട് 67 കോടിക്കടുത്ത് സിനിമ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും അത്യാവശ്യം കളക്ഷൻ സിനിമയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും സിനിമ 70 കോടിയോളം ഫൈനലായിട്ട് നേടിയെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് പെപ്പയുടെ കാട്ടാളൻ. വലിയ പ്രതീക്ഷയിലാണ് സിനിമ വന്നത്. പക്ഷെ സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് ആണ് പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇതുവരെ 6 കോടി 21 ലക്ഷം മാത്രമാണ് നേടിയെടുത്തത്. ഇന്ത്യക്ക് പുറത്തുനിന്ന് 5 കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മൊത്തം 11 കോടി 50 ലക്ഷം ആ ഒരു ഫിഗറിലാണ് സിനിമ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 13 കോടിക്കടുത്തുള്ള ഒരു തുക നേടിയെടുക്കും. എന്തായാലും സിനിമ കനത്ത പരാജയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലാലേട്ടന്റെ ദൃശ്യം 3 സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിയെടുത്തത്. ഇപ്പോഴും സിനിമയ്ക്ക് ഗംഭീര കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ സിനിമ നേടിയെടുത്ത കളക്ഷൻ 219 കോടി 69 ലക്ഷം. അതായത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 105 കോടി 94 ലക്ഷവും ഓവർസീസിൽ നിന്ന് 113 കോടി 75 ലക്ഷവും. ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ 130 കോടിക്ക് അടുത്ത് എത്തി നിൽക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടിയെടുത്തത്. ഏകദേശം 36 കോടിയോളം ഇതുവരെ നേടിയെടുത്തു എന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമാ ചരിത്രത്തിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിൽ 3-ാം സ്ഥാനത്ത് ദൃശ്യം 3 എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നേടിയ 2 സിനിമകൾ, ഒന്ന് മഞ്ഞുമൽ ബോയ്സ്, മറ്റൊന്ന് ലോക. ഇപ്പോൾ 3-ാം സ്ഥാനത്ത് ദൃശ്യം 3 എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സിനിമ വളരെ പെട്ടെന്ന് തന്നെ 250 കോടിയും മറികടക്കുന്നതായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.